കുറേ നാൾ കൂടി ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുക. അപ്പോൾ ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളും മരങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗ്രേപ്സ് കോർണറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതെൻ്റെ ഒരു ബ്ലൂ ബ്ലാക്ക് ഗ്രേപ്സ് ആണ് കേട്ടോ. 2 വർഷം പ്രായമുള്ള ഒരു ഗ്രേപ്പാണ്. ഇതിൻ്റെ പേരാണ് റീജൻറ്റ്. അപ്പോൾ ഇത് ഒരു പുതിയ ഗ്രേപ്പാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ ചെറിയ മരമായിരുന്നുകൊണ്ട് ഈ വർഷം തുടക്കത്തിൽ നല്ലപോലെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ അല്ലേ, ഗ്രേപ്സ് എപ്പോഴും ന്യൂവുഡിൽ നിന്നാണ് കായ്ക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇത് കാര്യമായിട്ട് കായ്ക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്സി ഗ്രേപ്പാണ്, അതിൽ നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു റെഡ് ഗ്രേപ്സ് ആണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ സ്ട്രോമിൽ ഇത് മൊത്തം ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം കാര്യമായിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് കായ്കളേ ഈ വർഷം ഉള്ളൂ. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇത് ഓരോ വർഷവും നമ്മളിതിനെ ഹാർഡ് പ്രൂൺ ചെയ്താൽ അത്രയധികം വളരും. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റെമ്മാണ് നമുക്കിത് ശരിക്കും വലുതായി വരേണ്ടത്. ഒത്തിരി ഇതിന് ചെറിയ ശിഖരങ്ങളിനേക്കാളും മെയിൻ സ്റ്റെമ്മിനാണ് കട്ടി വെച്ച് വരേണ്ടത് ഗ്രേപ്സിന്. അപ്പോൾ ഇതെൻ്റെ ആപ്പിളാണ് കേട്ടോ. ഇത് ഗോൾഡൻ ഡെലീഷ്യസ് എന്ന് പറയുന്ന ഒരു ഗ്രീനിഷ് യെല്ലോ ഗോൾഡൻ ഗ്രീൻ കളർ ആവുന്ന ഒരു ആപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റോസായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇത് വീപ്പ് ചെയ്യുന്ന റോസാന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതുവരെ ഇത് വീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ റെഡ് വില്യംസ് പെയറാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് വെച്ച പെയറാണ്. പക്ഷേ ഇത് ചുവന്നിട്ടൊന്നുമില്ല. ഇതേതോ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്, റെഡ് വില്യംസ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഏപ്രിക്കോട്ടിൻ്റെയും പ്ലമ്മിൻ്റെയും കൂടെ ഒരു മിക്സാണ് കേട്ടോ. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു പക്ഷി. ഇത് എപ്പോഴും പക്ഷി ഇതിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വലയിട്ടതാണ്. അത് അതിൽ വന്ന് കുടുങ്ങി കേട്ടോ. അത് വന്നിരുന്ന സമയത്തൊന്നും കണ്ടില്ല, കുറേ നാളായില്ലേ വന്നിട്ട്. അത് ചത്ത് കഴിഞ്ഞാണ് കണ്ടത്. എനിവേ അങ്ങനെ അതുള്ളതുകൊണ്ട് ഇനി വേറെ പക്ഷിയൊന്നും വരില്ലായിരിക്കും. അപ്പം മുകളിലേക്കൊക്കെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഈ വർഷമാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് പ്ലം കായ്ക്കുന്നത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ റെഡ് ഡെവിൾ ആപ്പിൾ, ഇത് നല്ല ചുവന്ന ആപ്പിളാണ്. അകവും പുറമൊക്കെ ചുവന്നിരിക്കും. അതും അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഈ മരം ചെറുതായതുകൊണ്ടാണ് ഇതിൻ്റെ കായ്ക്ക് വലിപ്പക്കുറവ്. മരം വലുതാകും തോറും കായയുടെ വലിപ്പം നമുക്ക് നോർമൽ വലിപ്പത്തിലേക്ക് വരും കേട്ടോ. പിന്നെ എനിക്കിതാ ഇവിടെ വേറൊരു പ്ലമ്മും കൂടി ഉണ്ട്. ഇത് ഊലൻസ് ഗോൾഡൻ ഗീജ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലുള്ള പ്ലം. പക്ഷേ ഇതിൽ ആകെ ഒരൊറ്റ പ്ലമ്മാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. എന്താണെന്നറിയില്ല, പൂവും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മളുടെ കോൺഫറൻസ് എന്ന് പറയുന്ന വെറൈറ്റി ഉള്ളൊരു പെയറാണ് കേട്ടോ. ഇതിനെ ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ ഈ വർഷം 3-4 പെയർ ഉണ്ടായിട്ടുണ്ട്.